ലിവിംഗ് ഗ്രിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ ഏത് സ്റ്റേജിലാണ് ഇൻറ്റീരിയർ പ്ലാൻ ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നമുക്ക് എൻക്വയറി വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇനീഷ്യലി നമ്മൾ ഒരു വീടിൻ്റെ പ്ലാന് വരയ്ക്കുന്ന അതേ സ്റ്റേജിൽ തന്നെ, ഈ ഒരു സ്റ്റേജിലല്ല ആക്ച്വലി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക, നമ്മളൊരു പ്ലോട്ട് കൺഫേം ചെയ്തപ്പോൾ നമ്മുടെ സ്ഥലമാണെങ്കിലും ഒരു പ്ലോട്ട് മേടിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു പ്ലോട്ടിൻ്റെ പ്ലാൻ ലേഔട്ട് കാര്യങ്ങളൊക്കെ വരച്ച് നമ്മൾ ആ ആർക്കിടെക്ചറൽ ഡ്രോയിങ് വരയ്ക്കുന്ന അതേ ടൈമിൽ തന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നാണ് പറയുക. അതിനൊരു ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനീഷ്യലി തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഫോർ ദ പ്രസൻറ്റ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ എത്രത്തോളം ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ടോ ആ രീതിയിലുള്ള പ്ലാനിങ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വാസ്തു നോക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എവിടെ ബെഡ്റൂമിൻ്റെ ബെഡ് പൊസിഷൻ വരണം, അല്ലാന്നുണ്ടെങ്കിൽ പ്രയർ യൂണിറ്റ് എവിടെ വരണം, എൻട്രൻസുകൾ എവിടെ വരണം, സൺലൈറ്റ് ഏത് ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ഒരു പകുതി വഴിയിലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓവറോൾ നമ്മൾ ഇനീഷ്യലി ചെയ്ത ഒരു പ്ലാനിങ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരും. ഇനി ഇപ്പോൾ വാസ്തുട്ട് നോക്കുന്നില്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ഒരു ഫാമിലിയിൽ നമുക്ക് കിട്ടേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ ബെഡിൻ്റെ പൊസിഷൻ എല്ലാവർക്കും ഇപ്പോൾ വിൻഡോസ് ആയിട്ടുള്ള തന്നെ ബെഡിൻ്റെ പൊസിഷൻ വേണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് ഒതുങ്ങി നിന്നിട്ട് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊന്നും വേണ്ടാത്ത രീതിയിൽ ബെഡ്റൂം പൊസിഷൻ ചെയ്യണമെന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ബെഡ്റൂം വരുന്നൊരു റൂമാണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കൂടുതൽ, ഇപ്പോൾ മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്ന പൊസിഷനിൽ ബെഡ്റൂം പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൈനിങ് അല്ലെങ്കിൽ കിച്ചൺ സ്പേസ് ഒക്കെ നമുക്ക് ഓപ്പൺ കിച്ചൺ വേണം, ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ പ്ലാനിങ്ങുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി തന്നെ ചെയ്യണം. ചില ആളുകളുണ്ട്, നമുക്ക് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ട് ഒരു ഷോ കിച്ചൺ വേണം, സെക്കൻഡ് കിച്ചൺ ആയിട്ട് മെയിൻലി വർക്ക് ചെയ്യുന്നൊരു കിച്ചൺ വേണം. അപ്പോൾ അങ്ങനത്തെ പ്ലാനിങ് ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇനീഷ്യലി നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ വരണം, എവിടെയൊക്കെ പൊസിഷൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഇനീഷ്യൽ സ്റ്റേജസിലാണ്. നേരെ മറിച്ച് നമ്മളൊരു ഈ രീതിയിൽ തറയിട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടോ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് സിവിൽ മോഡിഫിക്കേഷൻസും ഇലക്ട്രിക്കൽ മോഡിഫിക്കേഷൻസും പ്ലംബിങ്ങിൻ്റെ മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തേണ്ട റിക്വയർമെൻറ്റ് വരും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഇനീഷ്യലി ആർക്കിടെക്ചറൽ ഡ്രോയിങ് പ്ലാനും കാര്യങ്ങളും വരയ്ക്കുന്ന സമയത്ത് തന്നെ ഇത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കണ്ടൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റഗ്രാമിൽ ബയോയിലുണ്ട്. സോ